എന്താ നിൽക്കണം പോകണ്ടേ നമുക്ക്? നമ്മളിന്ന് എങ്ങോട്ടാ പോകണേ? നമ്മളിന്ന് സിറ്റി സെൻറ്ററിൽ പോവാണ് ഗൈസ്. സിറ്റി സെൻറ്റർ കുറേ നാളായില്ലേ പോയിട്ട്, കുറേ നാളായി സിറ്റി സെൻറ്ററിൽ പോയിട്ട്. അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് പോയി നോക്കിയിട്ട് വരാം. എന്ത് ഞാൻ പറയുന്നൊക്കെ കേട്ടോളാന്ന് ഉദ്ദേശിച്ച കേട്ടു എന്ന് പറയുന്ന പുള്ളി കുറച്ച് ഓർഡറൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആവശ്യം വരുമ്പോ പുള്ളി ഇതൊക്കെ മാറ്റി പറയും, മാറ്റി പറയും. അവൻ വളരെ നല്ല കുട്ടിയാണ്. നീ നല്ല കുട്ടിയാ? നീ ഇപ്പൊ എന്തിനാ പോണേ? സിറ്റി സെന്ററില് എന്തിനാ പോണേ? ആ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു, എനിക്ക് അപ്പോഴേ തോന്നി. വണ്ടി ഓടിക്കാനാണോ? പുറത്തിറങ്ങിയ അപ്പ വേണം ടോയ്. ഇന്ന് ടോയ് ഇല്ലാട്ടോ. ഇല്ല. അതൊക്കെ. നമ്മുടെ ഇന്നത്തെ യാത്ര ഖത്തറിൻ്റെ സ്വന്തം കോർണിഷിലേക്കാണ് കേട്ടോ. നമ്മുടെ സ്വന്തം കോർണിഷിലേക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. എന്താണെന്നറിയത്തില്ല, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോർണിഷിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ച് വരുന്നത് ഈ കാണുന്ന സിറ്റി സെൻറ്ററിലേക്കാണ്. ഇവിടെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാനും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാനും അവിടെ കുറേ ഷോപ്പുകളുണ്ടല്ലോ. അപ്പം അതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടയുകയും ചെയ്യും. എന്തൊരു ഗ്ലാമറാ, നമുക്ക് വയ്യ. ഇപ്പൊ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ പാർക്കിൽ കൊണ്ടുപോകാനോ അങ്ങനെ പുറത്തേക്കൊന്നും അധികം ഇറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവനാണെങ്കിലും വീട്ടിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവനെ പാർക്കിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ലേ, അതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം അവൻ ആകെ വാശിയായി. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ സിറ്റി സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ചു നേരം കളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റേഷനിലേക്കാണ് അവനെ കൊണ്ടുവന്നത്. പിന്നെ അവൻ എല്ലാ റൈഡിലൊന്നും പോയി കയറത്തില്ല കേട്ടോ. അവൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, കാറ്, ബൈക്ക്, റേസിംഗ് കാറ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് നേരം കയറി ഇരുന്നിട്ട് കളിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി, പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ വരുമ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയെ കളിക്കാൻ പോവാം, അമ്മയെ കളിക്കാൻ പോവാം. നമുക്കൊരു കാര്യത്തിന് സമാധാനം തരില്ല. അങ്ങനെ നമ്മൾ അവൻ്റെ പരിപാടിക്കായിട്ട് കുറച്ച് നേരം അവിടെ അങ്ങ് വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അവനെ പിടിച്ചു ഇറക്കിക്കൊണ്ട് വരുന്ന രംഗമാണ് കേട്ടോ ഇത്. അപ്പൊ ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാമെന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരിക. അല്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് വരില്ല. അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയും കളിക്കണം, ഇനിയും കളിക്കണം എന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ മെക്ഡൊണാൾഡ്സിൽ വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് അവന് കൊടുത്തു കേട്ടോ. അങ്ങനെ വിഷയം മാറ്റി നമ്മൾ അവിടുന്ന് തന്ത്രപരമായിട്ട് അവനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഈ മധുരം എന്ന് പറഞ്ഞതിനോട് യാതൊരു താല്പര്യവും തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നേ. അതുകൊണ്ട് ഞാൻ മേടിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവനും മേടിച്ചില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെയും പിടിച്ച് നേരെ മേളിലേക്ക് വന്ന് നമ്മുടെ അൻസാർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് ചുമ്മാ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടയൂലോ, അപ്പൊ അങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നേ. അങ്ങനെ എനിക്ക് ഒരു ജാക്കറ്റൊക്കെ എടുക്കണമായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ അതെ ചുമ്മാ ഇതൊന്നും ഞാൻ മേടിക്കാനൊന്നുമല്ല കേട്ടോ, ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് ഇഷ്ടമുള്ള നല്ല ചെരുപ്പുകളൊക്കെ ഞാൻ കുറച്ചു നേരം ഇട്ടിട്ട് അതിൽ നടന്നു നോക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ സംതൃപ്തി അടഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് തിരിച്ചു കയറിപ്പോരും. ഇതാണ് എൻ്റെ ഒരു ഹോബി. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. ഇനി ഏതെങ്കിലും ഒത്തു കഴിഞ്ഞാൽ നമുക്ക് അതും താങ്ങിക്കൊണ്ടിങ്ങ് പോരാലോ. പിന്നെ എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചീത്ത പറയത്തില്ല കേട്ടോ. ഞാനിവിടെ നിന്ന് സമയം കളയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ തെക്ക് വടക്ക് നടക്കുന്നത് കണ്ടാലോ ഒന്നും എന്നെ പറയത്തില്ല. എൻ്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നടക്കും കേട്ടോ. അങ്ങനെ സമയം പോയി വേഗം വീട്ടിൽ പോകണം അങ്ങനെയൊന്നും പറയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ലാവിഷായിട്ട് നടക്കും. ഇതിലെ എനിക്കിഷ്ടമുള്ളതൊക്കെ നോക്കി നടക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളെനിക്ക് മേടിച്ചും തരും കേട്ടോ. അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ നമ്മൾ കാരഫോറിലേക്ക് വന്നേക്കാണേ. നമ്മൾ നൊയമ്പാണ്, നമുക്ക് ഒരു സാധനം കറി വെച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും മേടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് നേരെ കാരഫോറിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 മണി 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് രാത്രി. അപ്പൊ കുഞ്ഞാണെങ്കിൽ ചെറിയ രീതിയിൽ വാശിയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വേഗം പോവാം, എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം തപ്പി നടക്കുമായിരുന്നു. വെജിറ്റബിൾസിനൊക്കെ നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട് കേട്ടോ. കാരഫോറിലൊക്കെ നല്ല വിലയായിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ 18 റിയാൽ ഒക്കെ ആയിരുന്നു.
പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കണ്ടേ, അങ്ങനെ കുറച്ചൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങായിരുന്നേ. അങ്ങനെ കുഞ്ഞ് വാശിയായി, എൻ്റെ തോളത്തായി, പിന്നെ ഞാൻ എടുത്തോണ്ട് നടപ്പായി. എന്താ ചെയ്യുക, വാശിയായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിലത്ത് നിൽക്കത്തില്ല. പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി. പിന്നെ യൂബർ വിളിക്കലാണ് ടാസ്ക്. ഈ സിറ്റി സെൻറ്ററിൽ നിന്ന് യൂബർ കിട്ടി പോവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. കാരണം യൂബറുകാർ വേറെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമ്മളോട് പറയും അവർ വന്നു എന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ അവരെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. ചില സമയത്ത് കറക്റ്റായിട്ട് വരും ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ കോർണിഷിലൂടെയുള്ള യാത്രയാണ് ഈ കാണുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത അത്രയും രസമാണ് ഈ കോർണിഷിൻ്റെ ഉള്ളിൽ കൂടെ പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖത്തറിൽ നമ്മൾ ഇനിയും പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.